ക്ലാസ് കയറുന്നു ആഴ്ച കഴിഞ്ഞിട്ടായിരുന്നു ഒപ്പം കഴിഞ്ഞിട്ടായിരുന്നു സാറ് കാര്യം പറയണ്ടേ സാർ എന്തെങ്കിലും പറഞ്ഞു സ്റ്റാഫ് ചുമ്മാ പിള്ളേരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കാനായിട്ട്. സോളമന് നന്നായിട്ട് കിട്ടി തോന്നുന്നു. ഇവിടെ നമുക്ക് സിനിമക്ക് പോയാലോ? ഇനിയിപ്പോ എവിടെ നിന്ന് സിനിമ? ഇനി മാറ്റിനെ ഉള്ളൂ. മാറ്റിക്ക് പോവാ. കാശില്ലേ? പൈസ ഇല്ലേ? പിന്നെ ഇല്ല. ഇല്ല എൻ്റെ ഉണ്ടോ? എൻ്റെ ഇല്ല, നേരത്തെ പറഞ്ഞില്ലേ. എന്ത് ചെയ്യും? എന്ത് പറ. പോണ്ട പോണ്ട അത് തന്നെ. ചില ബോറടിച്ചിട്ട് പോയി ക്ലാസ് കയറാൻ എന്തായാലും വയ്യ. എന്ത് ചെയ്യാൻ പോണ? എന്താ പരിപാടി? ക്യാമ്പസിൽ തെങ്ങ് നല്ല വിളഞ്ഞ തേങ്ങയിലുണ്ട്. കോളേജിന്റെ സ്റ്റാൻഡേർഡെങ്കിലും നീ ഒന്ന് കാണും. അതാണ്. അപ്പൊ നമുക്ക് കരിക്കിടാം. തേങ്ങ ഇടണ്ട. ഞാൻ കയറുന്നില്ലേ? ഞാൻ കയറില്ല. കയറാൻ ഞാൻ കയറിക്കോളാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ. കരിക്കിനെ വില കിട്ടും, തേങ്ങക്ക് അത്ര വില ഇല്ല. അപ്പൊ ഒരു കാര്യം ചെയ്യും. മതി മതി അല്ലേ? അപ്പൊ ഓക്കെ റെഡിടാ. ഞാനിവിടെ. വേണ്ട. ഗുഡ് മോർണിംഗ് സർ. എവിടെ പോവാ? പഠിപ്പിക്കാൻ പോണല്ലേ? ഈ കൂട്ടത്തിലുള്ള ഏറ്റവും പൊക്കം കുറവ് നിനക്കല്ലേ? നീ എന്താണെന്നറിയാം ഇങ്ങനെ കുഴിയാനായിപ്പോയത്? നിന്റെ ഉള്ളിൽ നിറയെ വിഷമുണ്ട്. എന്തായാലും സീനിയർ സ്റ്റുഡന്റ് ആയി എന്നെ നീ സാറെന്ന് വിളിച്ചല്ല. താങ്ക്സ് മോളെ. ഓ, ഇന്നലെ ആക്രിക്കട തുറന്നാണില്ല, അവിടെ ചേട്ടന് വിൽക്കാൻ പറ്റി കാണില്ല അല്ലേ ചേട്ടാ? നിന്റെ അച്ഛൻ ആക്രിക്കട നടത്തുന്നുണ്ടാടി. ഒരുപാട് നികളിക്കല്ലേ. വഴിമാറേ പൊടി പൊടി. നോ മോർ എക്സ്പ്ലനേഷൻ. ഇതൊക്കെ നിന്റെ തറവാട് സത്താടാ. വളഞ്ഞു വിളപ്പിൽ തെങ്ങി കയറുക, കരി കടക്കുക, അത് വഴികളെ കൊണ്ട് നടന്ന് വിൽക്കുക. സാർ സത്യം പറയട്ടാ, തേങ്ങ ഇടാൻ വേണ്ടി കയറിയതല്ല. പിന്നെ ചക്കയിടാ ഞാൻ തെങ്ങി കയറിയത്. അതല്ല സാർ, തെങ്ങിന്റെ മുകളിൽ കയറി ഒരു സെൽഫി എടുക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ വലിഞ്ഞു കയറിയ. ഞാൻ നിന്റെ അടുത്ത് ആദ്യമേ പറഞ്ഞു തെങ്ങി കയറിയാണ് സെൽഫി എടുക്കണത്. എടാ നീ അല്ല പറഞ്ഞു. പതുക്കെ സംസാരിക്കും. സാർ ഞാൻ ഇവൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞാണ് തെങ്ങി കയറി സെൽഫി എടുക്കണ്ടെന്ന്. ഇവന് തെങ്ങിന്റെ ഉച്ചിൽ കയറി എന്നാലേ സെൽഫി എടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെടാ പറഞ്ഞത് അയ്യാങ്കിള് എടുത്താൽ നന്നാവും. ഇത് എന്തായാലും തെങ്ങി കയറി സെൽഫി എടുക്കാൻ വേണ്ടി കൈ വിട്ട് തേങ്ങ കൊല പിടിച്ച് താഴെ വീണ്. അങ്ങനെ പേരെന്ത്? പ്രദീപ്. വാളയിൽ പറഞ്ഞ വേഷമാണ്. നാണം ഉണ്ടാണ്. റോഡ് പണി കിടക്കണ ബംഗാളികൾ ഇതിനേക്കാൾ ഡീസൻ്റ് ആയിട്ട് കിടക്കും. ഇന്നൊക്കെ എടുക്കല്ലേ 100 പ്രാവശ്യം അവന്മാർ പറഞ്ഞാണ്. എൻ്റെ ഒറ്റ പിടിപാട് കൊണ്ടാണ് നിന്നെ അടുത്ത്. അവസാനം എനിക്ക് എന്നെ കുതിച്ചായി. എത്ര പേര് കടത്തത്? 10. ഇപ്പം പുറത്ത് കരിക്കുന്ന എത്ര വില? 30 ആണെന്ന് തോന്നണം അല്ലേ? തോന്നുന്നുണ്ട്. അത് തന്നെ, അത് മതി. 300. ഒരു കാര്യം ചെയ്യും, ഒരു 300 രൂപ ഇവിടെ കൊണ്ട് ഫൈൻ അടച്ചിട്ട് വയ്ക്കാം. തേങ്ങ ഇട്ടാൽ മതി. തേങ്ങക്ക് 10-15 ആണുള്ള വില. എന്താ കുഞ്ഞിനാണ് സംസാരിക്കണത്? ഒന്നുമില്ല സാർ. ഈ ഫസ്റ്റ് ഇയറെല്ലാം പാസ്സായ? 2 എഴുതാണ്ട്. ബാക്കിയൊക്കെ പാസ്സായ? 2 കിട്ടാണ്ട്. 2 എഴുതാണ്ട് കിട്ടാണ്ട്. ഞാൻ തോറ്റെന്ന് പറയാൻ ഭയങ്കര മടിയാണ്. നീ പാസ്സായടാ? എനിക്ക് എല്ലാ പേപ്പറും പോയി സാർ. വെരി ഗുഡ്. ഫൈൻ അടച്ചിട്ട് വെക്കാം. പിന്നെ ഈ കോളേജിൽ ക്യാമ്പസിനകത്ത് ഒരൊറ്റ തെങ്ങിനി കയറി പോകരുത്. വേറെ മരത്തിൽ കയറാം. കുരങ്ങന്റെ ജാതിയാണ്. ഇവന് മരത്തിൽ കയറാൻ ഇരിക്കാൻ പൊറുതിയില്ല. ഞാനല്ല, ഇവനാണ് കയറിയത്. ഇവനാണ് കയറാൻ പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ട് ഈ മരത്തിൽ കയറാൻ ആക്രാന്തപ്പെട്ട് കിടക്കുന്നത്. ഇതൊക്കെ തന്നെ പറ്റിയ പണി കേട്ടോ. ഇപ്പൊ ഒന്നാമത് താങ്കട്ടുകാരനെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഇതൊക്കെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാം. അത് പാവല്ലേ ബുദ്ധിയേട്ടാമാര്. മറ്റേ പ്രശ്നം ഉണ്ടാക്കിയില്ലേ ആ ഒരു തെണ്ടി. എടാ മറ്റേ പൊക്കമുള്ളവരുടെ കൂടെ നടക്കൂലടാ ഒരു ചെറ്റ. എടാ സുഖു. ആ ചെറ്റയല്ല. സുഖമല്ല. എടാ മറ്റേ പൊക്കമുള്ളവരുടെ കുറി നടക്കുന്ന ഒരു ചെറ്റ. എനിക്ക് മനസ്സിലായി. ആ ചെറ്റയുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞോണ്ട് പറഞ്ഞത്. ആ ചെറ്റല്ല, അത് അവനല്ല. ആ ചെറ്റല്ല, ഈ ചെറ്റക്കുടലിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് കവി ഇങ്ങനെ അടിമയെ പറ്റിയിട്ട് ഇങ്ങനെ പാടുന്ന. അടിമവർഗമേ നിങ്ങൾക്ക് നിരോധനം. ഏത് കവി? ചങ്ങമ്പുഴ കിഷോള്ള. നിയമപ്രകാരമുള്ള മുന്നറിയിപ്പുകളൊക്കെ അറിയാല്ലേ? അറിയാം സാർ. മദ്യപാനം പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. വലിയ തുക നൽകേണ്ടി വരും. അതല്ല, വാക്കുകൾ കണ്ടും കേട്ടും കോളേജിൽ പോയിക്കണം. ഇല്ലെങ്കിൽ അതുകൊണ്ട് നിന്റെയൊക്കെ ആരോഗ്യത്തിന് ഹാനികരമാണ്. ക്ലാസ്സിൽ കൊണ്ടിടാ. മഴയാണ് സാർ. ഇന്റർവെല്ലാണ് സാർ. ഞങ്ങൾക്കൊക്കെ എന്ന് ഇന്റർവെല്ലാണ് സാർ. ഇന്റർവെല്ല് മഴയ്ക്ക് പുറത്തിരുന്നാ പഠിക്കണം, അകത്തിരുന്നല്ലേ പഠിക്കണം.
മഴയാണ് അവൻ്റെ. ഈ ഭൂകമ്പം വരുമ്പോ ഒന്ന് അറിയിച്ചൂടെ? ഞാൻ എത്ര പ്രാവശ്യം ഇങ്ങനെ ടാക്കി എത്ര ഇങ്ങനെ ടാക്കണം എപ്പോഴും എനിക്കിപ്പോ അതൊന്നല്ല പക്ഷേ നിങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല. ആ മൊബൈൽ എന്റെ മൊബൈലാ പോയത്. എനിക്ക് അതിലാ ടെൻഷൻ. അങ്ങേരോട് ഇനിയിപ്പോ എങ്ങനെ പോയി പറയത്? നിന്റെ കൂടെ അതും കൂടി കുരുമേ കുരുവായില്ല. ചെല്ല് രണ്ടും കൂടെ അളിയനും മച്ചമ്പിയും കൂടെ. ഓടാ പോടാ, നമുക്ക് അങ്ങോട്ട് പോവാം. കമിൻ സർ. യെസ് കമിങ്. സാർ ആ ഇതിലേ പറ, ഇവിടെ ജോലി നടന്നുകൊണ്ടിരിക്കണ്ടില്ലേ? അത് സാർ എനിക്കൊന്ന് കുമ്പസരിക്കണം. കാരെന്തോ? മുഹമ്മദ് മമ്മു. മോനെ മമ്മു, ഇത് പള്ളിയല്ല, പള്ളിക്കൂടമാണ്. അതറിയാം സാർ. എന്നാലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് ഏറ്റു പറയുന്നതല്ല അതിൻ്റെ ഒരു യാറ്റി പറച്ചിലൊക്കെ നല്ല തന്നെ. നീ പള്ളിയിൽ പോയി നിസ്കരിക്കാറുണ്ടോ? എന്താണ് പറയാൻ വന്ന കാര്യം? എന്താണ് സാർ? അതെ, എൻ്റെ മൊബൈല് ക്ലാസ്സിൽ നിന്ന് ടീച്ചർ. ഓ അത് പോന്ന ദിവസമാണോ കാണിച്ചത്? ക്ലാസ്സിൽ മൊബൈലിൽ കുത്തി കളിക്കുന്നത്? ഇത് ടീച്ചർ പിന്നീട് പരാതി അറിയാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നേക്കണം. അവൻ്റെ കാര്യങ്ങളെ കുറിച്ച് കട്ടം തന്നെ. യാ സമയം മൊബൈലിൽ കുത്തി കളിച്ചോണ്ടിരിക്കും. അങ്ങോട്ടടി ഇങ്ങോട്ടടി, അവിടെ കുത്ത് ഇവിടെ കുത്ത്, ഒരു പണിയില്ല. മൊബൈൽ കണ്ട അശ്ലീലങ്ങൾ എല്ലാം കാണിച്ച് കൂട്ടിയിട്ട് ഇവിടെ. ഇവിടെ ആരെങ്കിലും വന്നാ? അവൻ തന്നെ വന്ന ഇവിടെ. ഇവിടെയാടാ. എവിടെ? മുട്ടിന്റെ ഇവിടെ. ഇവനത് എവിടെ പോയത്? രാവിലെ മുങ്ങിയാണല്ലോ. എനിക്ക് തോന്നുന്നത് ഇവ ആലപ്പുഴ പോയെന്നാണ് അമ്മയെ കാണാൻ. നമ്മുടെ അടുത്ത് പറയാതെ മുങ്ങിയതാണ്. അയ്യ, അതിന് സാധ്യതയില്ല. എന്നോട് പറഞ്ഞാണ് പെട്ടെന്ന് വരാം, എന്തൊക്കെയോ ചില പരിപാടികളുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇത് ആരാ അത്? ഇളക്കി വിട്. എന്താണ് ഇത്? സ്വന്തം വണ്ടി അല്ലല്ലേ, അതിന്റെ കുഴപ്പം. എങ്ങനെയുണ്ട് സെറ്റപ്പ്? കല്യാണ പേരൊക്കെ പെയിന്റ് അടിച്ച പോലെ ഉണ്ട്. പച്ച പരിഷ്കാരി. പച്ച പരിഷ്കാരില്ല, മഞ്ഞ പരിഷ്കാരി. കാര്യമായിട്ട് കളിയൊന്ന് കേട്ടിയാണ്. എങ്ങനെയുണ്ട് കളർ? കൊള്ളാം. പൊളിച്ച്. ഇന്ന് ഞാൻ എൻ്റെ പ്രണയാഭ്യർത്ഥന എന്തായാലും അവളുമായിട്ട് നടത്തും. എന്ന് വെച്ചാ ഇവന്റെ പ്രേമം അവളെ അറിയിക്കൂന്ന്. അപ്പോൾ ഇത്രയും നാളെ അവൻ പുറമായിരുന്നിട്ട് അവളെ അറിഞ്ഞില്ലേ എന്നാ? അവളുടെ മുമ്പിൽ ഡാൻസ് ഒക്കെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു മ്യൂസിക് കിട്ടാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. എങ്ങനത്തെ മ്യൂസിക് ഉണ്ട്? മൂൺ വാക്ക് ഉണ്ട്. മൂൺ വാക്ക് ഇതൊക്കെ കളിക്കോ അവിടെ? ഇതൊക്കെ ചെയ്തിട്ട് വേണം പറയാൻ. അല്ല പറയാ, ഇതൊക്കെ എവിടെ ഒപ്പിച്ച്? ഇതൊക്കെ വാടക എടുത്ത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പച്ച ഗ്ലാസ് ആണ്. അപ്പോ സൂപ്പറായിട്ടില്ലേ? അപ്പൊ നമ്മളെല്ലാ സപ്പോർട്ടും ഉണ്ടാവും. ധൈര്യമായിട്ട് വയ്ക്കോ. ഓക്കെ ഓക്കെ. സ്ലോ മോഷനിൽ പോണേ. ഷുവർ. പതുക്കെ ഇതൊക്കെ മാറ്റാറായില്ല രവിണ്ണ. കൊറേ മുണ്ട്, കൊറേ പച്ച പുള്ളികൾ, ഷർട്ട് എല്ലാ ആഴ്ച കളയടാ ഞാൻ. ഓക്കെ ഓക്കെ. എന്താവും എനിക്കറിഞ്ഞൂടേ. ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. എമിലി, എന്താ അഭിപ്രായം? നല്ല പാട്ട്. ആരാ പാടിയേ? അത് വിട്, നമ്മൾ തമ്മിൽ ഒരുമിച്ച് ചേരേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? പോടാ പട്ടി. ഡീ, നീ എന്റെ മുമ്പിൽ വെറും ആശു. നീയല്ല, നിന്റെ അപ്പുറമുള്ള എനിക്ക് കിട്ടും. ഒരു വലിയ ഈ ഗാന്ധി ജയന്തി മാറ്റി വെക്കാൻ വല്ല സാധ്യത ഉണ്ടോ? എപ്പോഴത്തേക്ക്? നവംബർ 4 ആണെങ്കിൽ സൗകര്യമായിരുന്നു. കല്യാണ്ടതാ. ഗാന്ധി ജയന്തിക്ക് എന്നേ കഴിഞ്ഞടേ. കഴിഞ്ഞ ക്ലാസ്സിൽ കിടന്നുറങ്ങിയതൊന്നും അറിയാൻ പറ്റൂല.
എനിക്ക് പറഞ്ഞല്ല ആ മൊബൈൽ കിട്ടണ ചിലപ്പോ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൂട്ടി വരേണ്ടി വരും. അത് പോയെന്ന് കൂട്ടിയാ മതി. പ്രിൻസിപ്പൽ വിളിക്കുന്നു. എന്ത് അനുമോദിക്കാനായിരിക്കും. എന്നെ അതിന് ഞാൻ നല്ല കാര്യം ചെയ്തിട്ടില്ലല്ലോ. എടാ ചെല്ലടാ, എന്നെ കിട്ടണേ വാങ്ങിച്ചിട്ട് വാ. പറ്റുവാണ് എന്റെ മൊബൈൽ കിട്ടുമോ നോക്കേ. വാ നോക്കാം. എന്താണ് കാര്യം? അതൊന്നും എനിക്കറിഞ്ഞോടാ. പറ്റിയല്ലേ? ഞങ്ങളിവിടെ കാണുവേ. ഇല്ല ക്യാൻറ്റീനിലുണ്ടാവും. വാ. ഹാ നല്ല ഗ്ലാമർ വേഷത്തിലാണല്ലേ. കഴുത്തോരെ കൊള്ളാം, ബാക്കി അങ്ങോട്ട് കൊള്ളായി. തലയിൽ എന്തിനാണ് പാവാട വലിച്ചെറി കെട്ടിക്കണം? നീ എന്തിനാ കൊച്ചിന് അനാവശ്യം പറഞ്ഞേ? ചോദിച്ചിട്ടില്ലടാ ഇതിന് അനാവശ്യം പറഞ്ഞെന്ന്. അനാവശ്യമൊന്നുമില്ല സാർ, ആവശ്യമെന്ന് പറഞ്ഞു. നിനക്ക് ആവശ്യമെന്ന് എനിക്കറിയാം. എന്നാ നിന്റെ ഫാദറിനെ വിളി. എന്തിനു സാർ? നിനക്കോളെ കെട്ടിച്ചേരാടാ. കല്യാണം കഴിക്കുമ്പോൾ അച്ഛൻ അറിയണ്ടേ? നീ ആവർത്തിക്കൂല സാർ. നീ ഇതൊന്നും പറഞ്ഞ് ഒഴിയാൻ നോക്കണ്ടേ പ്രദീപേ. അവൾക്ക് ക്ലാസ്സിൽ പോയിരുന്ന് പഠിക്കാനുള്ളതാണ്. അതിന് മുമ്പ് അവളുടെ അടുത്ത് മാപ്പ് പറ. അവൾ പോട്ട്. നീ ഇവിടെ നില്ല, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. മാപ്പ് പറയടാ, പറഞ്ഞു കേട്ടില്ലേ? എടാ അവളെ ക്ലാസ്സിൽ പോയി 2 അക്ഷരം പഠിച്ച് നന്നാവിട്ടറാ. മാപ്പ് പറ പറയടാ. തല വിളിക്കണം. എടാ മാപ്പ് പറ. ഞാൻ അടുത്ത് നെഞ്ചി കെട്ടി നേർന്നു. ആ പറയടാ മാപ്പ്. ആ യു ക്യാൻ ഗോ. പോ. താങ്ക് യു സർ. ആ വയ്ക്കാം. നാണം ഇല്ലടാ കണ്ട പെമ്പളരെ പറയാൻ മണം വെച്ച് കിടക്കാൻ. ഇതന്നെ നീ കോളേജ് ഒരുക്കി കെട്ടി പറഞ്ഞത്. മേലാൽ ഇങ്ങനെ ഇപ്പം പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് എൻ്റെ മുമ്പ് വന്നു വരുന്നത്. എപ്പോഴും ഞാൻ ഇതുപോലെ ഉദാര മനസ്കനാവൂല. പറഞ്ഞേട്ടാ പോ. എന്ത് ഇത് നോക്ക്, തുറന്നു നോക്കിട്ട് തുറക്ക് നോക്കിട്ട് മൂത്ത് പോയി കാണിട്ട്. കർത്താവേ അസ്ഥി കൂടാം. എടാ വല്ല ദൈവത്തിൻ്റെ പടം വല്ലതും വൈകടാ, അതിനൊക്കെ അത്രയും പുണ്യം കിട്ടും. നീ ആരാ ഡ്രാക്കുളേ നീ? മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി. പോവാ. പാവാട വിഷമായി പോയാ നീ സാരി വലിച്ചെറി കെട്ടിന്ന് പറയാം. മനുഷ്യനായിട്ട് പാവാട വലിച്ചെറി കെട്ടിച്ച് പോയി എന്താ ചിറകയായി. അവൾക്കൊരു സ്റ്റഡി ക്ലാസ് അത്യാവശ്യമാണ് അണ്ണ. അത് ശരിയാ. തുമ്മിയ പ്രിൻസിപ്പളിനോട് പോയി പറഞ്ഞു കൊടുക്കും. എന്താ LP സ്കൂളാ? ഇതുകൊണ്ട് പറഞ്ഞ അവളുമാര് അങ്ങനെ വിട്ടാ പറ്റില്ല. പോയി ചോരയുടെ അവൾമാരെടുത്ത്. നീ ബാക്ക് ബെഞ്ചസ് എന്ന് കേട്ടിട്ടുണ്ടോ? പിന്നെ ആ ഓട്ട വീണ് കാലിടുന്ന ബാക്ക് ബെഞ്ചല്ലേ? നീ അങ്ങനെ ആക്കണ്ട. ബാക്ക് ബെഞ്ചസ് ഈ കോളേജിന്റെ ശക്തി കേന്ദ്രമാണ്. ഇവന്റെയൊക്കെ പറച്ചിലേട്ടാ തോന്നുന്നു കേന്ദ്രമന്ത്രിസഭയാണെന്ന്. അതിലും പവർഫുള്ളാ. നിനക്കൊക്കെ അറിയാഞ്ഞിട്ടാ. മുൻബെഞ്ചിലെ പുസ്തകത്താളുകളിലെ അക്ഷരക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് നീയൊക്കെ പഠിച്ച ക്ലാസ് റൂം അല്ല യഥാർത്ഥ ക്ലാസ് റൂം. അതറിയണമെങ്കിൽ മുൻബെഞ്ചിലെ തിരക്കുകൾക്കിടയിൽ നിന്ന് നീയൊക്കെ അലമുറയിട്ട് പഠിക്കുമ്പോ പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. ക്ലാസ്സിൽ ഏതെങ്കിലും ഒരുത്തൻ ലീവായാൽ അവന്റെ അറ്റൻഡൻസും കൂടി വിളിച്ചു പറയുന്നവരുടെ ക്ലാസ് റൂമാണ്. കൂട്ടത്തിൽ ഒരുത്തന് ഹോംവർക്ക് ചെയ്യാതെ പുറത്താക്കുമ്പോൾ ഞങ്ങൾ ഹോംവർക്ക് ചെയ്തിട്ടും ഞങ്ങളും ചെയ്തില്ല ടീച്ചറെ എന്ന് പറഞ്ഞ് അവനോടൊപ്പം പുറത്തിറങ്ങി പോകുന്ന സൗഹൃദങ്ങളുടെ ക്ലാസ് റൂം. അല്ലാതെ പരീക്ഷയിൽ 100 മാർക്കിൽ 1 മാർക്ക് കുറഞ്ഞു പോയതിന് അലമുറയിട്ട് കരയുന്ന നിന്നെ പോലുള്ള പഠിപ്പിസ്റ്റുകളുടെ ക്ലാസ് റൂം അല്ല യഥാർത്ഥ ക്ലാസ് റൂം. ക്ലാസ്സിൽ പാസ് മാർക്ക് കിട്ടിയ എല്ലാവരെയും ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഡപ്പാങ്കുത്ത് കളിച്ച് അത് ആഘോഷിക്കുന്നവരുടെ ക്ലാസ് റൂം. പുസ്തകത്തിനും എക്സാമിനും ഹോംവർക്കിനും പുറത്ത് വിശാലമായൊരു ക്യാമ്പസ് ഉണ്ടെന്നറിയണം. അതറിയണമെങ്കിൽ എന്താ വിട്ടേ കളിയാ. എവിടെയെങ്കിലും പോയി നന്നാവട്ടെ. ഇത്രയും പറഞ്ഞ് ഒപ്പിച്ചത് എനിക്കറിയോ. എന്റെ ബാഗ് കൂടെ എടുത്തോ. എന്റെ ബാഗ് എടുക്കാൻ മധുവർണ പൂവല്ലേ മറുനിലാ പൂമോളല്ലേ പോലെ കൊഞ്ചി വന്ന പെണ്ണെ പഞ്ചസാര വാക്കുകൊണ്ട് Good morning, Disha. Teacher, good morning. Sit. എഴുതാൻ പറഞ്ഞാണോ? You stand up. നിങ്ങൾ തന്നെ ഇന്നലെ എഴുതിക്കൊണ്ടുവരാൻ പറഞ്ഞത് എവിടെ?
കൂട്ടുകാരനെ വിളിച്ചോ? ചേട്ടന്മാർ രണ്ടു ഈ ക്ലാസ്സിലുള്ളതാണോ? അല്ല, പിന്നെന്താ ഇവിടെ കാര്യം? ഈ കാടും പടലും ഒക്കെ ആയിട്ട് ക്ലാസ് എന്താ പരിപാടി? ടീച്ചർ വരുമ്പോ ഇത് പിടിച്ചെന്നാ ബിരിയാണി വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? എമിലി. ടീച്ചറെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല, വെറുതെ കള്ളം പറയുക. സംശയം ഉണ്ടെങ്കിൽ ടീച്ചർ ഇതുപോലുള്ള കുറെ എണ്ണം ബാഗിന്റെ അകത്തിരിപ്പുണ്ട്. ക്ലാസ്സിൽ കയറി വന്നിട്ട് അപ്പൊ ഇതെന്താ? സത്യമായിട്ട് എനിക്ക് അറിയത്തില്ല ടീച്ചറെ, ഇതിലെന്തോ ചാതിയുണ്ട്. 3 പേര് ഇറങ്ങിക്കേ. ബാക്കിയൊക്കെ പ്രിൻസിപ്പലിന്റെ റൂമിൽ ചെന്നെന്ന് പറയാം. പിടിച്ചോ. ടീച്ചർ എനിക്ക് അറിയത്തില്ല ടീച്ചർ, സത്യമായിട്ടും. ക്ലാസ്സിൽ ബുക്കിന് വാരി ഇതൊക്കെയാണ് കൊണ്ടുവന്നത്. പിടിച്ചോ. ടീച്ചർ എനിക്ക് അറിയത്തില്ല, ഞാൻ ചെയ്യത്തില്ല. ബാക്കി നമുക്ക് പ്രിൻസിപ്പലിന്റെ റൂമിൽ ചെന്നിട്ട് പറയാം. ഇറങ്ങ്. രണ്ടുപേരും പിടിച്ചോ. ടീച്ചർ സത്യമായിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു ടീച്ചറിന് തോന്നുന്നു. നടന്നു അവിടെ ചെന്ന് നമുക്ക് ബാക്കി പറയാം. എവിടെ പോണു? ഇവിടെ ഇരിക്ക്. ഞാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീക്കാം. ടീച്ചറെ, ഇവർക്ക് ആശംസ നേർന്നുകൊണ്ട് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്ക് കൊടുത്താലാ? നന്നായിരിക്കും സർ. പുല്ല് മാറ്റിപ്പോയടാ, മോൻ കണ്ടു ഇവിടെ ഇരിക്കും. നിങ്ങൾ വേറെ പണിയിലടാ. അവൻ പുല്ല് പറിക്കാൻ നടക്കുകയാണ്. എടാ വീട്ടിൽ വല്ല പശുവിനും പുല്ല് പറിച്ചോടാ, അതിന് പാലെങ്കിലും കുടിക്കല്ലേ. അതെ, പണി നീ ടീച്ചറോട് മാപ്പ് പറഞ്ഞ അപ്പോഴും ലെറ്റർ കൊടുത്തിട്ട് ക്ലാസ്സിൽ കയറി. എന്താ സാറേ? കഴുത്തി കിടക്കണണ്ട, 1.5 ചക്രത്തിന്റെ വിലയില്ല. അടിച്ചുരുട്ടിട്ടെങ്കിൽ ഒരു തൊട്ടിന്റെ മൂക്കി കഴിച്ചാ കേട്ടോ. അതൊരു മഞ്ഞ കുപ്പായോ. ഡേയ്, ടെന്നീസ് കളിക്കണേ ഇവിടെ. ഇവിടെ അറിയും, മാറി മാറി നോക്കാം. ടെന്നീസ് കളിക്കണേ. എടാ, ഞങ്ങൾ സാറന്മാരെ പൊട്ടന്മാരെ ചോദിച്ചാ ചിരിയണ്ട. ചിരി ഒന്നുകൂടെ ചിരി. ചിരിയടാ. ഇല്ലാ മുടിയൊക്കെ സാർ ഒരു ബിരിയാണി കൂടെ വാങ്ങിച്ചു കൊടുത്തേക്ക്. അതിനാ എത്ര കഷ്ടപ്പെട്ടത്. അതെ, അതിന് ബിരിയാണിക്ക് വേണ്ടിയാ പുല്ല് പറിച്ചത്. കഴുത. എന്താടാ അതിനെ പറ്റി? സാറേ, ഇവനൊക്കെ കോളേജിന്റെ അപമാനം. കോളേജല്ല, വേൾഡ് അപമാനം. ആര് പറഞ്ഞ ബിരിയാണി പറിക്കാൻ? ആർക്കാ പന്തേ കെട്ടി ആരായിട്ടാണ്? ഇതുകൊണ്ട് എന്റെ ക്ലാസ്സിൽ നിന്ന് ആടി കഴിഞ്ഞാൽ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? എമിലി പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല സർ. ആണോ എന്നാണ് പ്രദീപ് പറയുന്നത്. ശരി. എവള് പറഞ്ഞെന്ന് ഇവൻ പറയണം. നീ പറഞ്ഞ? ഇല്ല. പറഞ്ഞാടേ. പറഞ്ഞ ഇല്ലേ? പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ കള്ളം പറഞ്ഞ? കാര്യം പറ പ്രദീപേ. പറയടാ. നീ പൊട്ടന്മാരൊക്കെയാണ് ആൾക്കാരെ. ഇനി ഇത് ആവർത്തിക്കത്തില്ലെന്ന് പറഞ്ഞേലേ. അത് മതി. എടാ, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് എൻ്റെ അടുത്ത് ദേഷ്യമല്ലടാ ഉണ്ടാവുള്ളൂ. എടാ, നീ ഡെസ്പാവാതെ. എടാ, പ്രേമം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആദ്യം ദേഷ്യം ഉണ്ടാവും, പിന്നെ അത് ഇഷ്ടാവും അല്ലേ? പിന്നെ അങ്ങനെ തന്നെയാണ് എല്ലാ പ്രേമവും. ഇങ്ങനെ തന്നെയാടാ. ഈ വിഷമിക്കുന്ന ഇത് അവള് വരുന്നുണ്ട്. ഇങ്ങോട്ടാണല്ലോ വരുന്നത്. ഞങ്ങൾ പോട്ടെ. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുന്നു. പ്രദീപ്, നീ ആരെ കാണിക്കാൻ ഇതൊക്കെ ചെയ്യുന്നേ? ആദ്യം സ്വന്തം കാശെടുത്ത് വളയും മാലയും ഈ ഇതൊക്കെ മേടിക്കാൻ നോക്ക്, എന്നിട്ട് പ്രേമിക്കാൻ വാ. ദരിദ്രവാസി. എടാ, ഇതൊക്കെ വാടകയ്ക്ക് വാങ്ങിയാന്ന് അറിയാതെ അവളടുത്ത് പറഞ്ഞു പോയി ഞങ്ങള്. സോറിയടാ. ഇതെവിടെ പോണു? സത്യവേഷങ്ങൾ മൊത്തം ഉപേക്ഷിക്കാനുള്ള പരിപാടിയാണോ? പാൻറ് അയക്കണതിന് മുന്നേ പിടിക്കാൻ വാ.